ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്മുടെ പുതിയ കാറിന് വേണ്ടിയിട്ട് ക്ലീനിങ് കിറ്റാണ്. അപ്പോൾ അതൊരു ഈ പ്രൈസിനെ പറ്റി അടിപൊളി ഒരു കോംബോ ആയിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് വന്നിട്ട് അകത്തൊരു മൈക്രോ ഫൈബറും 2-3 ബ്രഷും അങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഒരു വാക്വം ക്ലീനർ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് ആ ഐറ്റം. അപ്പോൾ ഈ എല്ലാം കൂടി നമുക്കൊരു 580 റേറ്റിൽ നമുക്ക് നല്ലൊരു ഓഫറായിട്ട് തോന്നി. അങ്ങനെ ഇത് പർച്ചേസ് ചെയ്തതാണ്. അല്ലാതെ ആ വാക്വം ക്ലീനറിന് തന്നെ എങ്ങാണ്ട് 400-500 സംതിങ് റേറ്റ് അടുത്ത് വരുന്നതായിരുന്നു. അപ്പം ഈ കോംബോയിൽ പോയപ്പോൾ എനിക്ക് എല്ലാം കൂടി 580 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഒരു നല്ലൊരു ഓഫർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ആദ്യം വന്നിട്ടൊരു മൈക്രോ ഫൈബറാണ് വരുന്നത്. ഒരു റോസ് കളർ വന്നിട്ടൊരു ഗ്രേ ഷെയ്ഡ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ചെറിയ ബ്രഷ് ഗ്ലാസ്സിലൊക്കെ പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. സ്ക്രാച്ച് ഇല്ലാതെ നമുക്ക് പൊടി കളയാൻ പറ്റും. ഇത് നമ്മുടെ ഡാഷ്ബോർഡിലെ സ്ലോട്ടും AC വെൻറ്റിൻ്റെയൊക്കെ അവിടെ വരുന്ന സ്ലോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ബ്രഷ് വന്നിട്ടുണ്ട്. അത് പക്ക പാക്കിങ് ചെറിയൊരു ബോക്സിലായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഇച്ചിരി വലിയ ടൈപ്പ് ഒരു ബ്രഷാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു ഹാൻഡിലെ ഡോറിൻ്റെ ഒക്കെ ആ സൈഡ് വരുന്നിടത്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇത് വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മണ്ടക്കത്തെ പൊടിയും വെള്ളവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമായിട്ട് തോന്നി. അതേപോലെ നമുക്ക് ഈ കവർ ഇതിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്യാനും ഉണക്കാനും ഒക്കെ പെട്ടെന്ന് പറ്റുന്നതാണ്. ഈ പ്ലാസ്റ്റിക് കവർ ഒരു സിബ് പോലെ ഐറ്റമാണ്. അത് ഊരിക്കളഞ്ഞാൽ നമുക്കത് നേരെ ക്ലീൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് കണ്ട് ഞാൻ ഈ സാധനത്തിന് വേണ്ടിയാണ് ഈ കോംബോ തന്നെ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഒരു ചെറിയൊരു വാക്വം ക്ലീനറാണ്, 3-in-1 ക്ലീനറാണ്. ഇതിൽ നമുക്ക് എയർ തള്ളുന്നത് കൊണ്ട് സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 2-in-1 ആക്ഷനുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. ഇത്ര ഐറ്റംസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു സൈഡിൽ എയർ തള്ളലും ഒരു സൈഡിൽ സക്ക് ചെയ്തെടുക്കലുമാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് അതിന് വേണ്ട അക്സസറീസ് അതിൽ കയറ്റിയിട്ട് വേണം അത് വർക്ക് ചെയ്യാനുള്ളത്. ചെറിയൊരു ഫിൽറ്ററും പിന്നെ ഒരു ചാർജിങ് കേബിളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ആദ്യം ഫിൽറ്റർ ഈ ക്യാബിനകത്തിലോട്ട് കയറ്റി വെച്ചിട്ട് അതിൽ ഒരു സ്ലോട്ടുണ്ട്, അത് കയറ്റി മുറുക്കി വെക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു റബ്ബർ ചെറിയൊരു വാഷർ പോലെ സാധനമുണ്ട്. അത് അകത്തോട്ട് മാത്രം എയർ എടുക്കും, പുറത്തോട്ട് എയർ പോകാതിരിക്കാനുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു ചാർജിങ് ഒന്നും ചെയ്തില്ല. നമുക്ക് ബോക്സിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സക്കിങ് പവർ വന്നിട്ടുള്ളത്. പിന്നെ ആ എക്സ്റ്റൻഷൻ വെച്ചിട്ട് വേണം നമ്മളിത് സക്ക് ചെയ്യാനുള്ളത്. ആ നീളമുള്ള എക്സ്റ്റൻഷനും അതിൻ്റെ അടിയിലത്തെ ഒരു ബ്രഷ് വരുന്നൊരു ഐറ്റം ഉണ്ട്, അതുകൂടെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഈ സ്ലോട്ട് അതിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എയർ നമുക്ക് അടിച്ച് കളയാൻ പറ്റുന്നൊരു അതാണ്. അത് നമുക്ക് ഫിൽറ്ററിൻ്റെ പൊടിയൊക്കെ അടിച്ച് കളയാൻ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇതാണ് ആ എക്സ്റ്റൻഷന്. ഈ എക്സ്റ്റൻഷനും വെച്ച് അതിൻ്റെ അറ്റത്തെ ഒരു ബ്രഷുള്ളൊരു സാധനമുണ്ട്, ഇതോടെ വെച്ചിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പൊടിയൊക്കെ തങ്ങിയിരിക്കുകയാണെങ്കിലും ഇതൊന്നിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ തിരിച്ച് അത് ഓണും കൂടെ ആണെങ്കിൽ തിരിച്ച് കയറി ഇനി വരും പൊടി. അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് തോന്നി. അപ്പോൾ ഈ പ്രൈസിന് പറ്റിയ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത്രയും സാധനം നമുക്ക് ഈ 580 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ക്ലീനർ ഒന്ന്. അപ്പം നേരെ നമുക്ക് ചെക്കിങ്ങിലോട്ട് പോകാം. ഇതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ താഴെയുള്ള 3D മാറ്റിൻ്റെ അവിടുത്തെ പൊടികളൊക്കെ നമുക്ക് അത്യാവശ്യം വലിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അറ്റത്ത് ആ ബ്രഷ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊടി വരാത്ത പൊടികൾ വരെ നമുക്ക് അതിനകത്തിൽ കയറി വരുന്നുണ്ട്. ഇതിപ്പോൾ ഫിൽറ്റർ ഇളക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്തിലെ പൊടി എടുത്ത് കളയാൻ. ഫിൽറ്റർ നമ്മുടെ പമ്പിലോട്ട് ഈ പൊടിയും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഫിൽറ്റർ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി ഇത്ര എടുത്തതേ ഉള്ളൂ. വണ്ടിയിലുള്ള പൊടി ഇത്രയൊന്നുമല്ല. എന്നിട്ട് നമ്മൾ റിട്ടേൺ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു പവർ എത്ര ഉണ്ടെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഈ പ്രൈസിന് പറ്റിയ ഏറ്റവും നല്ല ക്ലീനിങ് കിറ്റായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്, നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തിട്ടതും. അപ്പോൾ ഇതൊരു നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം കമൻറ്റിൽ പറയുക. പുതിയൊരു വീഡിയോയുടെ അടുത്ത ദിവസം വരുന്നവരെ ഇറ്റ്സ് മീ ഹരീഷ്.